എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്തൊരു ഉപദേശം ചോദിച്ചു. എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക, അതിനുള്ളൊരു മാർഗ്ഗം എന്താണ്, നമ്മുടെ എനർജീനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, നെഗറ്റീവ് എനർജി എങ്ങനെ വരാതിരിക്കാനായിട്ട് ഉള്ള ഒരു മാർഗ്ഗം എന്താണ് എന്നുള്ളതാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ പറയാനുള്ള എക്സ്പെർട്ടൊന്നുമല്ല ഞാൻ. പക്ഷേ എന്നാൽ എൻ്റെ ഉള്ള അറിവുകൾ ഞാൻ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ടെക്നിക്ക് കൂടിയാണത്. ഇതിനകത്ത് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ആളുകളും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റിൽ പോകുന്ന ആൾക്കാരാണ്. എൻ്റെ വീട്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, അങ്ങനെ എല്ലാം എൻ്റെയാണ്. അല്ലെങ്കിൽ എൻ്റെ വീട്, എൻ്റെ സ്ഥലം, അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ എൻ്റെ എന്ന് പറയണില്ലേ, ആക്ച്വലി നമ്മുടെ ആണോ അത്? അവിടെയാണ് പ്രശ്നം. അതാണ് പോയിൻ്റ്. അപ്പം ഒരു മായാലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മായാലോകമാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു എമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ എന്തിനോടെല്ലാം ഉണ്ടോ, നിങ്ങൾ ഓരോന്നോരോന്നോരായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ അങ്ങനെ, നമുക്ക് ഒരു ഹൃദയം ഇല്ലേ, നമുക്ക് നമ്മുടെ ആൾക്കാരെ നമ്മൾ സ്നേഹിക്കണ്ടേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. സ്നേഹിക്കണം, ഒരു വ്യത്യാസമില്ല. സ്നേഹം കുറയ്ക്കല്ല, സ്നേഹം കൂട്ടുകയാണ് ചെയ്യുക. ലവ് ആൻഡ് ഹാപ്പിനെസ് കൂട്ടുകയാണ് നമ്മൾ. പക്ഷേ നമ്മുടെ സോളാർ പ്ലെക്സസ്, നമ്മുടെ എമോഷണൽ ചക്രയെ നമ്മൾ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദുർബലരായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എമോഷണലി അറ്റാച്ച്ഡ് ആണ് എല്ലാവരുമായിട്ടും, അല്ലേ? അതുകൊണ്ട് പെട്ടെന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദുഃഖം ഉണ്ടാവുന്നു. അയ്യോ, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ആ എമോഷണൽ അറ്റാച്ച്മെൻറ്റ് വെക്കാതെ അയാളിലേക്ക് സ്നേഹം മാത്രം നിങ്ങൾ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാണല്ല, അയാൾ എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും തോന്നില്ല. അയാൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയാലും തോന്നില്ല, അല്ലെങ്കിൽ അയാൾ നിങ്ങളോട് മിണ്ടാതിരുന്നാൽ നിങ്ങൾക്കും തോന്നില്ല. സ്ഥിരം വർത്തമാനം പറയുന്ന ഒരാൾ ഒരാഴ്ച മിണ്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങളുള്ളിൽ, അയാൾ എന്നോട് എൻ്റെ അടുത്ത് പിണങ്ങിപ്പോയി, ആ സാധനം അവിടെ വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങളങ്ങനെ സ്റ്റഡി ആയി കഴിഞ്ഞാൽ, ഇനി ഒരു കൊല്ലം കഴിഞ്ഞായിരിക്കും ആ സുഹൃത്തി അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷായിട്ട്, അതായത് ഒരു മടിയില്ലാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അയാളോട് വർത്തമാനം പറയാൻ പറ്റും, ഒന്നുമില്ലാതെ. അതായത് നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരാളെ സ്നേഹിക്കാം. ഒറ്റ വാക്കി പറഞ്ഞാൽ അതാണ്. അയാളെന്ത് തരുന്നു എന്നുള്ളത് നമ്മളുടെ വിഷയമല്ല. നമ്മളതിനെപ്പറ്റി ബോധേടാവേണ്ട ഒരു ആവശ്യവും ഇല്ല. പിന്നെ അതേപോലെ മറ്റുള്ളവൻ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അയ്യോ ഈ ഡ്രസ്സ് ഇട്ടാൽ ശരിയാവില്ല, ഇത് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഓരോന്ന് പറയും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാറുണ്ട്. ആക്ച്വലി നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചില ആളുകളൊക്കെ ഇതുപോലെ സ്പിരിച്വാലിറ്റിയിൽ ഹയർ ലെവലിലോട്ട് പോകുന്ന ആളുകൾക്ക് എന്ത് ഡ്രസ്സാണ് അവർ ഇട്ടേക്കണമെന്ന് പോലും അവർക്ക് അതിനെപ്പറ്റി അവർ ബോധേഡായിക്കില്ല. മുഷിഞ്ഞ ഡ്രസ്സായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. പക്ഷെ നമ്മൾ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട് നടക്കണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ വെൽ ഡ്രസ്സായിട്ട് തന്നെ നടക്കണം, നമ്മൾ നീറ്റായിട്ട് തന്നെ നടക്കണം, അതൊരു സംശയമില്ല. പക്ഷേ അവരതുപോലും ചിന്തിക്കാതെ, അതായത് ഈ അവധൂതന്മാരെ പോലത്തെ ആൾക്കാരെ കണ്ടല്ലേ, അത്തരം ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവരൊന്നും അതിനെപ്പറ്റി ഒന്നും ബോധേടല്ല. പക്ഷേ അവരുടെ പവർ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കണ്ണുകളിലേക്ക് മാത്രം നോക്കിയാൽ മതി. കണ്ണുകളിൽ കാണാം അവരുടെ പവർ. ഏതൊരാളെയും സ്പിരിച്വൽ പേഴ്സൺ ആണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് അയാളുടെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. ആ കണ്ണിൽ അവരുടെ ചൈതന്യം കാണാൻ പറ്റും. ഇനി ഒരാളെന്തെങ്കിലും ഒരു തട്ടിപ്പുകാരനാണെങ്കിൽ പോലും അവൻ്റെ ആ എനർജി അവൻ്റെ കണ്ണിലുണ്ടാവും. കണ്ണുകൾ കഥ പറയുന്ന ഇടല്ലേ, കണ്ണുകളിലേക്ക് നോക്കിയിട്ടാണ് ഞാനും എല്ലാ ആളുകളുടെയും എനർജി റീഡ് ചെയ്യുന്നത്. ആളെ മനസ്സിലാക്കുന്നത് കണ്ണുകളിലേക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ എനർജിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ 50% പ്രശ്നം അവിടെ തീർന്നു. ഈ നെഗറ്റീവായിട്ടുള്ള എനർജീസ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങൾ എമോഷണലി നിങ്ങൾ ഡ്രെയിൻ ആകുമ്പോഴാണ്, നിങ്ങൾ
വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മരിച്ച വീട്ടിൽ പോയി, മരിച്ച വീട്ടിൽ പോയിട്ട് അത് വളരെ നമുക്ക് പ്രിയപ്പെട്ട ഒരാളായിരിക്കും മരിച്ചേക്കണത്. അവിടെ ചെന്ന് നമുക്ക് ഭയങ്കര വിഷമമായി, സങ്കടമായി, നിങ്ങളുടെ എമോഷൻ ചക്ര വീക്കായി. ചിലപ്പോൾ അവിടെ ആ മരിച്ച വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഊർജ്ജം അവിടെ ഉണ്ടാവും. അപ്പോൾ ആ മരിച്ച ആളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കുന്നുണ്ടാവും, ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് അടുത്ത ആളുടെ മേത്ത് കയറാനായിട്ട്. അപ്പോൾ ആയിരിക്കും നിങ്ങൾ ചെല്ലണത്. നിങ്ങൾ അവിടെ ചെന്ന് വെങ്ങി പൊട്ടിക്കരഞ്ഞ് ഭയങ്കര എമോഷണലി ഭയങ്കര സംഭവങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ എന്നാൽ ശരി യാത്രയോടെയാണ് പോയേക്കാം. നമ്മുടെ സോളാർ പ്ലക്സ് ഇവിടെ പൊക്കില്ലാതെയാണ് ഒറ്റ കയറ്റണം അവനാൾ. ആ കയറുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് അറിയാൻ പറ്റും, അത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തലവേദനയും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരും അവിടെ നിന്ന്. ഇത് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങൾ ബലപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ 50%, ഞാൻ ഗ്യാരണ്ടി പറയുന്നത് 50% നിങ്ങളുടെ എനർജി അറ്റാക്സ്, എനർജി പ്രോബ്ലംസ് വിട്ടുപോകുന്നു. അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതാണ് അടുത്ത ചോദ്യം അല്ലേ. അപ്പോൾ നിങ്ങളെപ്പോഴും മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ എമോഷണൽ ചക്ര സോളാർ പ്ലക്സസ് ഞാൻ ബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, പല പ്രാവശ്യം പറയുക. ആ ബലപ്പെടുത്തുന്നു നിങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചക്ര അവിടെ ബലപ്പെടുകയാണ്. നിങ്ങൾ കൊടുക്കുന്ന കമാൻഡ്സ് അത് സംഭവിക്കുന്നു. നിങ്ങളുടെ ബ്രെയിൻ അത് ഫീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ പയ്യെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ചക്രേനെ ബലപ്പെടുത്തി കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇതിനകത്ത് ആദ്യത്തെ ഒരു ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. എമോഷണൽ ചക്രയെ നിങ്ങൾ ബലപ്പെടുത്തി കൊണ്ടുവരിക. അതുകൊണ്ടിട്ട് നിങ്ങളുടെ ഒരു 50% പ്രശ്നങ്ങളും അവിടെ തീരുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.